ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് കുക്കിംഗ് വിത്ത് ഈറ്റിംഗ് വീഡിയോ കണ്ടാലോ? അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുവാണ്. ഇത് പാലാട്ടിൻ്റെ പത്തിരിപ്പൊടിയാണ്, ഇടിയപ്പം പത്തിരിപ്പൊടി. ഞങ്ങളധികം ഇവിടെ പൊടിച്ച പൊടി തന്നെ ഉപയോഗിക്കൽ വീട്ടിൽ. ഇപ്പം മഴയായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ റെഡിമെയ്ഡ് പൊടി മേടിച്ച് ഉപയോഗിക്കുവാണ്. ഇവിടെ ഒരു കുസൃതി കൊടുക്കുന്നുണ്ട്, അവൻ്റെ ഒച്ചയാണ് ഇടയ്ക്ക് കേൾക്കുന്നത്. അങ്ങനെ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുക്കുക. വെള്ളക്കടല അടുപ്പിൽ വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി അപ്പത്തിന്. അങ്ങനെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനിടെ പാല് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാല് കൊണ്ടുവന്നു. അത് ചായ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ ചേർത്ത്. കടല വെന്തോ നോക്കുവാണ്. ഇതിന് തിളച്ച് വരുമ്പോൾ ഇടയ്ക്ക് എനിക്കുള്ളൊരു ഇതാണ്, അതിനകത്ത് ഗുഡ് മോർണിംഗ് എന്നൊക്കെ എഴുതുക ഹാർട്ട് വരച്ചിട്ട്. അങ്ങനെ നോക്കിയത്, അപ്പം ഗുഡ് എഴുതിയപ്പം തന്നെ തിളച്ച് ആവശ്യത്തിനുള്ള പൊടിയായി. അങ്ങനെ ചായ റെഡിയാക്കി. ഇനി കടലക്കറിക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുത്ത് അതിനകത്ത് ചേർത്തേ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. ഇക്കാക്ക് പണിക്ക് കൊണ്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കും. ഇന്ന് നേരത്തെ പോകണം, അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കും. ഇന്ന് അച്ചുമോന് ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഇക്കായ മാത്രം വിട്ടാൽ മതി. അങ്ങനെ വേഗം അടുപ്പേ വെക്കാൻ വേണ്ടിയിട്ട് ധൃതിയിൽ ചെയ്യുവാണ്. ഇടിയപ്പം ഉണ്ടാക്കൽ അല്പം ബുദ്ധിമുട്ടുള്ള പണിയാണെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റല്ലേ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ അതുണ്ടാക്കാമെന്ന് ഓർത്തു. പിന്നെ ഈ റെഡിമെയ്ഡ് പൊടിയായതുകൊണ്ട് എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യുമേ. ഇവിടെ പൊടിക്കുന്നതാണെങ്കിൽ പിന്നെ ചില പച്ചരിയുടെ ഇതുകൊണ്ട് ശരിക്കും കിട്ടത്തുമില്ലല്ലോ. എൻ്റെ സൗണ്ടൊന്നും ആരും മെയിൻറ്റ് ചെയ്യേണ്ട, ജലദോഷമായതുകൊണ്ട് ഇച്ചിരി ഒച്ചയടപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ല തണുപ്പല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഇടിയപ്പം അടുപ്പയിലാക്കി. ഇനിയിപ്പം കടലക്കറിക്ക് എണ്ണ ഇറക്കാൻ വേണ്ടി എടുക്കുവാണ്. വെള്ളക്കടല നല്ല ടേസ്റ്റല്ലേ കറി വെച്ചാൽ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കടലയാണ് വെള്ളക്കടല. മറ്റേ കടലയാണെങ്കിൽ ആർക്കും വലിയ കാര്യമില്ല, വെറുതെ കറി വെച്ച് കളയുള്ളൂ. ഇടിയപ്പമൊക്കെ റെഡിയായി. ഇക്കാക്ക് കഴിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുവാണ്. ഞാൻ വീഡിയോ പിടിക്കുന്നതിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. ഇതിനി അത്താക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുവാണ്. അത്ത വയ്യാതിരിക്കുവാണ്, അപ്പോൾ റൂമിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അത്തായി കഴിപ്പിക്കുവാണ്. പുറത്ത് നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ട്, നല്ല തണുപ്പുമുണ്ട്. ഇടുക്കിയല്ലേ, അപ്പം നല്ല തണുപ്പാണ് ഇവിടെ മഴ പെയ്താൽ. ഇനിയിപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്ന്. അച്ചുമോനെ എത്ര വിളിച്ചാലും അവൻ വരത്തില്ല. അതിനിടെ അവനെ കുറേ കിടന്ന് വിളിക്കുന്നുണ്ട്. കഴിക്കാൻ വിളിക്കുമ്പോൾ അവൻ ഒന്നുകൂടെ തിരക്കായിരിക്കും. അങ്ങനെ കുറേ നേരത്തെ വിളിക്കൊടുവിൽ അച്ചുമോൻ വന്ന് കഴിക്കാനിരുന്നേ. അപ്പോഴത്തേനും അടുത്ത ആൾ തുടങ്ങി ഫോൺ വെക്കാൻ വേണ്ടി. ഫോണിനകത്ത് ഈ പാട്ടൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ കഴിക്കുകയുള്ളൂ. ഇന്ന് ഫോൺ കാണണ്ട പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞ് കഴിപ്പിക്കുവാണ്. അതിനിടെ ഉച്ചക്കത്തേനുള്ള കഴിച്ചു കഴിഞ്ഞ് ഉച്ചക്കത്തേനുള്ള കറിയൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം വള്ളിപ്പയർ അരിഞ്ഞ് തോരൻ വെക്കാൻ പോവാണ്. അതിനിടെ ചേമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്, പച്ചമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. ഒരാൾ അതിനിടെ വന്ന് അടുപ്പിനകത്ത് ഈ ഗ്യാസ് ഇങ്ങനെ ഓണാക്കി വെക്കുകയാണെങ്കിൽ ഊതിക്കൊണ്ടിരിക്കും തീ കാണുമ്പോൾ. അതിനിടെ ഓഫാക്കിയും വെക്കും. നമ്മൾ കത്തിച്ച് വെച്ച തീയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേനും അവൻ ഓഫാക്കിയും വെക്കും. ഇപ്പോഴേ കറി റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. പയർ തോരനും ഉണക്കമീൻ പൊരിച്ചതും പിന്നെ ചേമ്പ് നല്ല താളിച്ച് കറി വെച്ചതും. നല്ല ടേസ്റ്റാണ്, തേങ്ങയൊന്നും ചേർക്കാതെ എണ്ണ മാത്രം ചേർത്തെടുത്തതാണ്. പിന്നെ പപ്പടവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലഞ്ച് സ്പെഷ്യൽ. പിന്നെ ഇനി വൈകിട്ടത്തേന് ഉന്നക്കായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ
ഉന്നക്കായി ഓരോന്ന് റെഡിയാക്കിയെടുത്ത് ഫില്ലിങ്ങായിട്ട് തേങ്ങയും അതിനകത്തൊരു മുട്ടയും ഉടച്ചൊഴിച്ച് അല്പം ഏലക്കാപ്പൊടിയും ചേർത്ത് പഞ്ചസാരയൊക്കെ ആക്കി അങ്ങനെ എടുത്തതാണ്. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി എല്ലാം റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.